നമ്മളെ ബ്ലൗസിൻ്റെയും ചുരിദാറിനൊക്കെ ഒരു കെട്ട് വെക്കില്ലേ, അതെങ്ങനെയാണ് നട്ടെന്ന് കാണിച്ചു തരുന്നത്. ക്രോസായ പീസ് എടുക്കണം കേട്ടോ. നമ്മൾ നല്ല അതങ്ങനെ വലിയണൊരു ഭാഗം വേണേ, എന്നെങ്കിലും അത് തിരിഞ്ഞ് കിട്ടുള്ളൂ. അതൊരു 1 ഇഞ്ച് മതിയാവും. 1 ഇഞ്ചിൽ നമ്മൾ കട്ട് ചെയ്തിട്ടേ നല്ലോണം വലിയണ തുണിയാവണം. അപ്പം നല്ല സുഖമായിട്ട് നമുക്കതിങ്ങോട്ട് മറിക്കാൻ പറ്റുമേ. അതേപോലെ 1 ഇഞ്ച് മതി. ഈ 1 ഇഞ്ചിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടേ നല്ല തുണിയാണെങ്കിൽ, നല്ല ഉറപ്പുള്ളൊരു റഫ് തുണിയാണൊക്കെ തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. ഇത് കോട്ടൻ്റെ ഒക്കെ പീസാകുമ്പോൾ സുഖമായിട്ട് നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. അതങ്ങനെ ഇനി നമ്മളിത് തയ്ക്കണം കേട്ടോ. ഒരു 1/4 ഇഞ്ച് വെച്ചിട്ട്, 1/4 ഇഞ്ചല്ല, അതിൻ്റെ ഒരു സ്റ്റെപ്പാണ് അത് കേട്ടോ. നമ്മളെ മെഷീൻ്റെ ആ വീതിയിൽ തയ്ച്ചാൽ മതി. നൂല് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇട്ടതാണ് കേട്ടോ. അതുകൊണ്ടപ്പോൾ നൂലൊന്നും മാറ്റാഞ്ഞത്. ഇത് ഈ ഈർക്കളുടെ ഷാർപ്പായ ഭാഗം ഉണ്ടാവും കേട്ടോ. ഒരു ഷാർപ്പ് പോലത്തെ വരുന്നൊരു ഭാഗം നമ്മളിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ കിട്ടും അങ്ങനെ ഒരു ഈർക്കിൾ. അത് ഇതേപോലെ അതിൻ്റെ അകത്ത് മുമ്പത്ത് നമ്മൾ കുളത്തി കൊടുത്തിട്ടേ പതുക്കെ പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതിയാവും. നമ്മളപ്പോൾ അവിടെ ബാക്കിൽ ഇങ്ങനെ വലിച്ചു കൊടുക്കണോ. അപ്പോൾ അതിൻ്റെ തലഭാഗം വന്നില്ലേ, ഇനി ആ ഈർക്കിളി വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ആ തുമ്പ് പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഈ അടിഭാഗത്ത് നമുക്ക് ഇത്തിരി പ്രയാസം വരും കേട്ടോ, ഈ സ്റ്റിച്ചൊക്കെ വരുമ്പോഴേ. അപ്പോൾ അതിങ്ങനെ നമ്മളവിടെ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതിയാവും. അങ്ങനെ ഇതുപോലെ വലിച്ചെടുക്കുക. അതെത്രയും ചെറുതായിട്ട് തയ്ക്കുകയാണെന്ന് വെച്ചാൽ അത്രയും ചരട് പോലെ വരുവേ. ചില തുണിക്ക് നമ്മൾ അത്രയും ചെറുതായി തയ്ക്കാൻ പറ്റില്ല, പിരിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് കോട്ടൻ്റെ ഒക്കെ ആകുമ്പോൾ നല്ല സുഖം. കോട്ടൻ്റെ നല്ല സ്മൂത്ത് തുണിക്കൊക്കെ ഒരു പ്രയാസം ഉണ്ടാവില്ലേ. ഇത് വേണ്ട. ഇനി ഇതാ സമചതുരായിട്ടൊരു കഷ്ണമാണ്. ഇതിങ്ങനെ മടക്കി അതിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ചെടുക്കുക. ഇതൊന്ന് ചെയ്ത് നോക്കുകൊണ്ടിട്ട് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും, അറിയാത്തവർക്ക് ഇത് അറിയണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കും. ഇത് സിമ്പിളാണ്. ആദ്യമൊക്കെ ഒരു പ്രയാസം ഉണ്ടാവും, എന്നാലും നമ്മൾ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയറായി കിട്ടും. അതങ്ങനെ പിടിക്കുക. ഇത് മോഡൽ ഒരുപാട് മോഡലുകളുണ്ട് കേട്ടോ. അതിപ്പോൾ നമ്മൾ സാധാ ഒരു മോഡലാണ്. ഇതിൽ തന്നെ കുറേ സൈസുകൾ ഇനിയും വരുന്നുണ്ട്. അതിൻ്റെ തുമ്പിൽ ഒരുപാട് നൂലൊന്നും അങ്ങനെ പൊട്ടിച്ച് കളയരുത്. അപ്പോൾ അതിങ്ങനെ അഴിഞ്ഞു പോരേ. അപ്പോൾ അതവിടെ പിരിഞ്ഞ് കിടക്കണം. ഇതപ്പുറത്തെ സൈഡിലും ഇങ്ങനെ മടക്കി കൊടുത്താൽ മതി. പിന്നെ കെട്ടിട്ട് തയ്ച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് അഴിഞ്ഞു പോരും അത്. പിന്നെ ഇവിടെ തയ്ക്കുമ്പോൾ നമ്മൾ ആ നൂലിങ്ങനെ നീട്ടിയിട്ട് കൊടുത്താൽ മതി, അപ്പോൾ അത് അഴിഞ്ഞു പോരില്ല. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ. ഇത് വെള്ള നൂലായ കാരണം ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അതിപ്പോൾ ഒരു ഡ്രസ്സുമ്മ ചെയ്യാനുള്ളതല്ല കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്.